അന്നും പതിവ് പോലെ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. അച്ഛൻ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ബുക്കെടുത്തു. എനിക്കറിയാം അച്ഛൻ അത് കാണുമ്പോൾ സന്തോഷിക്കുമെന്ന്. അച്ഛൻ എന്നെ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ മുഖമുയർത്തി. എൻ്റെ തലയിൽ തട്ടി അച്ഛൻ പതിവ് പോലെ അകത്തേക്ക് കയറി. ഇനി അച്ഛൻ പാട്ട് വയ്ക്കും. അച്ഛന് പാട്ട് വളരെ ഇഷ്ടമാണ്. പാട്ട് കേട്ടിട്ടാണ് അച്ഛൻ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അച്ഛൻ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഷർട്ട് ഊരി വെച്ച് അച്ഛൻ കുളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. കുളി കഴിഞ്ഞാൽ പിന്നെ അത്താഴം കഴിക്കാനിരിക്കും. അമ്മ പതിവ് പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിളമ്പിത്തരും. ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് അമ്മ കഴിക്കാറുള്ളത്. അങ്ങനെ ഞാൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛന് ചെറിയ കുസൃതികളൊക്കെ ഉണ്ട്. ഞാൻ മെല്ലെ തോണ്ടും. ഞാൻ അറിയാത്തതുപോലെ ഇരിക്കും. പിന്നെയും തോണ്ടുമ്പോൾ ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ അച്ഛൻ എന്നെ ചേർത്ത് പിടിക്കും. അത് കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ്. അത്താഴത്തിന് ശേഷം ഞാൻ ഉറങ്ങാൻ പോകും. ഞാൻ അച്ഛൻ്റെ അടുത്താണ് കിടക്കാറ്. അച്ഛൻ എന്നെ തട്ടി തട്ടി ഉറക്കും. രാത്രി സമയങ്ങളിൽ ഒരു പട്ടി ഞങ്ങളുടെ വീടിന് കാവലായിട്ടിരിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് അച്ഛൻ പതിവ് പോലെ എഴുന്നേറ്റു. അച്ഛൻ പെട്ടിയുടെ അടുത്തേക്ക് പോയി. അച്ഛൻ എന്നും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. പെട്ടി തുറന്ന് അച്ഛൻ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അച്ഛന് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് അതിലുള്ളത്. അതിൽ നോക്കി അച്ഛൻ പുഞ്ചിരിക്കാറുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റ ഞാൻ അച്ഛനെ കാണാതെ ചുറ്റിലും നോക്കി. അച്ഛൻ അപ്പോൾ പതിവ് പോലെ ആ പെട്ടിയുടെ അടുത്തുണ്ട്. പെട്ടിയുടെ ഉള്ളിൽ നിന്ന് അച്ഛൻ എന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട്. അത് കയ്യിൽ വെച്ച് അച്ഛൻ കുറച്ചു നേരം നിന്നു. ഇതിലെന്തൊക്കെയോ ചെയ്യുന്നുമുണ്ട്. പിന്നെ അത് മെല്ലെ നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ടത് മെല്ലെ പെട്ടിയിലെടുത്ത് വെച്ചു. എന്തായിരിക്കും അത്? എനിക്കറിയാം. ആകാംക്ഷയായി. ഞാൻ മെല്ലെ ഉറങ്ങിയ പോലെ കിടന്നു. പിറ്റേന്ന് അച്ഛൻ ജോലിക്ക് പോകാനിറങ്ങി. ഞാനാണെങ്കിൽ പുസ്തകങ്ങൾ ഒതുക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു. അച്ഛനെന്നും ജോലിക്ക് പോകുമ്പോൾ എൻ്റെ തലയിൽ തട്ടി എനിക്ക് ഉമ്മ തരാറുണ്ട്. അതടിച്ചിരിക്കെ അമ്മ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അമ്മയും രാത്രിയായി. അതെ, ഇത് തന്നെ അവസരം. പെട്ടിയിൽ എന്താണെന്ന് നോക്കിയാലോ? ഞാൻ മെല്ലെ പെട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അത് വളരെ ഉയരത്തിലാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കും. ചുറ്റും നോക്കി. ഒരു ടിന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കാം. എൻ്റെ അമ്മയെ പൊന്തണില്ലല്ലോ. ഇനി ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാം. ഈശ്വര, വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ആ പെട്ടി തുറന്നു. എന്താണിത്? അച്ഛൻ എന്നും എടുത്തു നോക്കാറ് ഇതായിരുന്നോ? അച്ഛൻ ആരോ സമ്മാനം നൽകിയതാണ്. അതാണ് ആ സമ്മാനം. എനിക്ക് ആകാംക്ഷയായി. അത് മെല്ലെ കയ്യിലെടുത്തു. തുറന്നു നോക്കിയപ്പോൾ അതൊരു ടൈം പീസ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ടൈം പീസ്. അത് മെല്ലെ കയ്യിലെടുത്ത് ഞാൻ കുറച്ചു നേരം നോക്കി. ഇതാണോ അച്ഛന് ഇത്രയും വിലപ്പെട്ടത്? ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ശബ്ദവും കേൾക്കുന്നുണ്ട്. കൊള്ളാലോ ഇത്. എന്താ ഒരു ശബ്ദം? അയ്യോ, ടൈം പീസ് പൊട്ടിയല്ലോ. ഈശ്വര, ഇതെങ്ങനെ ഞാൻ അച്ഛനോട് പറയും? അച്ഛൻ എന്നെ എന്തായാലും വഴക്ക് പറയും. എന്തു ചെയ്യും? പൊതിഞ്ഞതുപോലെ തന്നെ വെക്കാം. പൊട്ടിയ ടൈം പീസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു. എല്ലാ പെട്ടിയടച്ചു. ഈശ്വര, ഇനി എന്തു ചെയ്യും? അയ്യോ, അച്ഛൻ വന്നുവെന്ന് തോന്നുന്നു. ഈശ്വര, അച്ഛനോട് ഇതെങ്ങനെ പറയും?
അച്ഛൻ മെല്ലെ എൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ അത്താഴം കഴിച്ചു. ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു. അച്ഛൻ ഇതെങ്ങനെ സഹിക്കും? എന്തായിരിക്കും അച്ഛൻ്റെ പ്രതികരണം? അച്ഛൻ രാത്രി പെട്ടി തുറന്നു നോക്കുകയായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ ടൈം പീസ് കണ്ട് അച്ഛൻ ഞെട്ടി. പെട്ടെന്നൊരു കരച്ചിൽ. അച്ഛൻ മെല്ലെ പുറത്തേക്ക് പോയി. അമ്മ എഴുന്നേറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഉറങ്ങിയ പോലെ കിടന്നു. പിറ്റേ ദിവസം പതിവ് പോലെ അച്ഛൻ ജോലിക്കിറങ്ങി. അച്ഛൻ്റെ മുഖത്ത് വളരെ വിഷമമുണ്ടായിരുന്നു. അമ്മയെ നോക്കാതെ എന്നെ നോക്കാതെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ആകെ സങ്കടമായി. വൈകിട്ട് അച്ഛൻ വന്നു. എൻ്റെ തലയിൽ അച്ഛൻ തൊട്ടില്ല. അത്താഴത്തിനും അച്ഛൻ വന്നില്ല. കഴിച്ച മോളെ എന്ന് അമ്മ എന്നോട് പറഞ്ഞു. എനിക്ക് വിഷമമായി. ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ. ഇന്ന് അച്ഛൻ എൻ്റെ കൂടെ കിടന്നില്ല. അച്ഛനോട് ഒരുപാട് ദേഷ്യം ഉണ്ടാവും. അമ്മ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അച്ഛൻ ജോലിക്കിറങ്ങി. അച്ഛൻ്റെ വിഷമം ഇനിയും മാറിയിട്ടില്ല. എന്നെ നോക്കാതെ അച്ഛൻ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. വിഷമം മാറ്റണം. എന്തു ചെയ്യും ഞാൻ? കുട്ടയുണ്ടാക്കി വിറ്റാലോ? ആ ടൈം പീസ് നന്നാക്കാം. കുട്ടകൾ ഓരോന്നുണ്ടാക്കി. ഉണ്ടാക്കിയ കുട്ടകളുമായി ഞാൻ പുറത്തിറങ്ങി. ഇത് വിൽക്കണം. മേടിക്കുമോ ചേട്ടാ? ചേട്ടാ ഈ കൊട്ടയൊന്ന് വാങ്ങിക്കൂ. നല്ല കൊട്ടയാ ചേട്ടാ. ചേട്ടാ പ്ലീസ്. ചേട്ടാ കൊട്ട വേണോ? കൊട്ട. ഇതെന്താ പൈസയോ? ഞാൻ പിച്ചക്കാരിയാണെന്ന് കരുതി. ശരി, ആരും കൊട്ട വാങ്ങിയില്ല. ഞാൻ എങ്ങനെ ടൈം പീസ് നന്നാക്കും? രാത്രി ഒരാൾ പോലും എൻ്റെ കൊട്ട വാങ്ങിയില്ലല്ലോ ഈശ്വര. ഇങ്ങനെ ഞാൻ ഇനി വീട്ടിലേക്ക് പോകും ഈശ്വര. അച്ഛൻ്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എങ്ങനെ ഞാൻ നന്നാക്കും? അപ്പോഴാണ് ഒരു വണ്ടി എൻ്റെ അടുത്തേക്ക് വന്നത്. അയാൾ കാറിൻ്റെ ചില്ല് താഴ്ത്തി എന്നെ നോക്കി. എനിക്ക് സന്തോഷമായി. ഞാൻ അയാളുടെ നേരെ കൊട്ടകൾ നീട്ടി. വേണോ ചേട്ടാ കൊട്ട? ഞാൻ ഉണ്ടാക്കിയ കൊട്ടയാ. അയാൾ കൊട്ടകൾ വാങ്ങി. എനിക്ക് കാശും തന്നു. കാശ് വാങ്ങി ഞാൻ മെല്ലെ നിന്നു. ഇനി എന്തു ചെയ്യും? ഇനി ഇത് നന്നാക്കണ്ടേ? അയാൾ അത് കണ്ടു. അപ്പോൾ എന്നോട് വണ്ടിയിൽ കയറിക്കോളാൻ പറഞ്ഞു. അയാൾ എന്നെ ഒരു വാച്ച് കടയുടെ മുമ്പിൽ ഇറക്കി വിട്ടു. ഈ ടൈം പീസ് ഒന്ന് നന്നാക്കി തരുമോ? അയാൾ അത് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി.
ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. എൻ്റെ അച്ഛനെ ഇത് കാണുമ്പോൾ സന്തോഷമാവും. എന്നോടുള്ള പിണക്കൊക്കെ മാറും. ഇത് സ്വപ്നമായിരുന്നോ? അപ്പോൾ ടൈം പീസ് നന്നാക്കിയില്ലേ? കൊട്ട വേണോ ചേട്ടാ? അയ്യോ, തട്ടിക്കളയല്ലേ ചേട്ടാ. കാറ്റത്ത് എല്ലാ കൊട്ടകളും പറന്നുപോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിലേക്കും പോകാൻ പറ്റില്ല. അച്ഛൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കുട്ടി തുറക്കണ്ടിയിരുന്നില്ല. ഇല്ല, എനിക്കിനി വീട്ടിൽ പോകണ്ട. അച്ഛനെന്നെ വളരെ ദേഷ്യമാണ്. അച്ഛൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്ത കുട്ടിയാണ് ഞാൻ. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ചിതറിക്കിടക്കുന്ന കൊട്ടകളെ നോക്കി ഞാൻ വീണ്ടും കരഞ്ഞു. ആരെന്നെ തോണ്ടിയത്? അച്ഛനാണല്ലോ അത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൈം പീസ് ഞാൻ നശിപ്പിച്ചില്ലേ? അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി ഈ ലോകത്ത് എനിക്ക് വേറെ ഒന്നുമില്ല. അച്ഛനാണ് തെറ്റുപറ്റിയത്. ക്ഷമിക്കുക മോളെ. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു.